ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ പങ്കെടുക്കുകയാണ്. ആഗോള ഭരണപരിഷ്കാരങ്ങൾ, കാലാവസ്ഥാ വ്യതിയാന വെല്ലുവിളികൾ, നിർമ്മിത ബുദ്ധി തുടങ്ങിയ വിഷയങ്ങൾ ഉച്ചകോടി ചർച്ച ചെയ്യും. 2 ദിവസത്തെ ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി ബ്രസീലിയ സന്ദർശിക്കും. വ്യാപാരം, പ്രതിരോധം, ബഹിരാകാശം, ആരോഗ്യം, ഔഷധ നിർമ്മാണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും അർജന്റീനയും ധാരണയായി. ബഹുരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അർജന്റീന പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ കേരളത്തിലെത്തി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മന്ത്രി പി രാജീവ്, ഹാരിസ് ബീരാൻ എംപി തുടങ്ങിയവർ ചേർന്ന് ഉപരാഷ്ട്രപതിയെ സ്വീകരിച്ചു. നാളെ രാവിലെ അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. തുടർന്ന് കളമശ്ശേരിയിൽ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൽ വിദ്യാർത്ഥികളും അധ്യാപകരുമായി ആശയവിനിമയം നടത്തും. ഉച്ചകഴിഞ്ഞ് ഉപരാഷ്ട്രപതി ഡൽഹിക്ക് മടങ്ങും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശന നിയന്ത്രണം. വിവാഹത്തിനും ചോറൂണിനും നിയന്ത്രണം ബാധകമാണ്. പാലക്കാട് മേനോൻപാറയിലെ മലബാർ ഡിസ്റ്റിലറിയിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ യൂണിറ്റിന്റെ നിർമ്മാണ ഉദ്ഘാടനം നാളെ രാവിലെ മന്ത്രി എം ബി രാജേഷ് നിർവഹിക്കും. മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനാവും. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. രോഗ ഉറവിടം കണ്ടെത്താനുള്ള ആരോഗ്യവകുപ്പിന്റെ ശ്രമങ്ങൾ തുടരുകയാണ്. 24 മണിക്കൂർ കൺട്രോൾ റൂമും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി 26 അംഗ സമിതിയും നിലവിൽ വന്നു. 1 മുതൽ 10 വരെ ക്ലാസുകൾക്കുള്ള ഫസ്റ്റ് ബെൽ ഡിജിറ്റൽ ക്ലാസുകൾ ഈ മാസം 9 മുതൽ കൈറ്റ് വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തിരുവനന്തപുരം ജില്ലയിലെ പ്രഥമ അധ്യാപകർക്കായി കൈറ്റ് സംഘടിപ്പിച്ച ശില്പശാലയിൽ ഓൺലൈനായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. കേരള സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ തിരികെ ജോലിയിൽ പ്രവേശിച്ചു. രാവിലെ ചേർന്ന പ്രത്യേക സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയിരുന്നു. ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കാൻ സ്റ്റാൻഡിംഗ് കൌൺസിലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വിസിയുടെ താൽക്കാലിക ചുമതലയുള്ള സിസ തോമസ് തീരുമാനത്തോട് വിയോജിച്ചു. യുഎസിൽ നടന്ന വേൾഡ് പോലീസ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇടുക്കി വാഴത്തോപ്പ് സ്വദേശിനി മരീനയ്ക്ക് സ്വർണ്ണം. ലോങ് ജമ്പിലും ഹെപ്റ്റത്തലോണിലും ഇരട്ട സ്വർണ്ണം നേടിയാണ് മരീന രാജ്യത്തിന് അഭിമാനമായത്. 70ഓളം രാജ്യങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. ഇടുക്കി മൂന്നാറിലെത്തുന്ന സാഹസിക സഞ്ചാരികൾക്കായി പാരാ സെയിലിംഗ് പദ്ധതിയുമായി ഹൈഡൽ ടൂറിസം വകുപ്പ്. സ്വകാര്യ കമ്പനിയുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുക. ഇതിന്റെ ഭാഗമായി മാട്ടുപ്പെട്ടി ജലാശയത്തിൽ പാരാ സെയിലിംഗ് പരീക്ഷണ പറക്കൽ നടത്തി. വ്ളോഗർമാരെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നത് നല്ല ഉദ്ദേശത്തോടെയാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ചാരവൃത്തിക്ക് അറസ്റ്റിലായ വ്ളോഗർ ജ്യോതി മൽഹോത്ര സംസ്ഥാനത്ത് വന്നതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കർണാടക തീരത്ത് ഈ മാസം 9 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വായനാ പക്ഷാചരണം സംസ്ഥാനതല സമാപന സമ്മേളനം സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നാളെ പത്തനംതിട്ടയിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനാകും. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപക പരിശോധനയിൽ 108 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. 113 പേർ അറസ്റ്റിലായി. കാസർഗോഡ് ആസ്ഥാനമായുള്ള കേന്ദ്ര സർവകലാശാലയിൽ ഈ അധ്യയന വർഷം മുതൽ 3 പുതിയ ബിരുദ പ്രോഗ്രാമുകൾ ആരംഭിക്കും. ബിഎസ്സി ബയോളജി, ബികോം ഫിനാൻഷ്യൽ അനലിറ്റിക്സ്, ബിസിഎ എന്നീ 4 വർഷ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളാണ് തുടങ്ങുന്നത്. അസ്താനയിൽ നടക്കുന്ന ലോക ബോക്സിംഗ് കപ്പിൽ വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ സാക്ഷി ചൌധരി സ്വർണ്ണ മെഡൽ നേടി. ഫൈനലിൽ അമേരിക്കയുടെ യൊസെലിൻ പെരസിനെ 5-0 സാക്ഷി പരാജയപ്പെടുത്തിയത്. ബർമിംഗ്ഹാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന്റെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. 3 വിക്കറ്റിന് 72 റൺ എന്ന നിലയിൽ 5ാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇംഗ്ലണ്ട് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 7 വിക്കറ്റിന് 205 റൺ എന്ന നിലയിലാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയിൽ സഹകരണ സംഘങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി അമിത് ഷാ. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഗുജറാത്തിലെ ആനന്ദിൽ അമൂലിന്റെയും ദേശീയ ക്ഷീര വികസന ബോർഡിന്റെയും വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡിഫൻസ് അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന കൺട്രോളേഴ്സ് കോൺഫറൻസ് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.